സ്വന്തം മക്കളുടെ മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം, അല്ല ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന വോയിസ് തന്നെയാണ്. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൈനി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഷൈനിയുടെ പത്ര വീട്ടിലേക്ക് പോകാൻ. അവിടെ അനുഭവിച്ച നരകവേദനകൾ കൊണ്ടാണ് ഈ പറയുന്ന ഷൈനി സ്വന്തം വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിയത്. ഈ പറയുന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നോബിയെ തീരെ ഉപേക്ഷിച്ചിട്ടാണ് ഷൈനി സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. ഡൈവോഴ്സ് പെറ്റീഷനും എല്ലാം കൊടുത്ത് അതൊരുമാതിരി ക്ലിയർ ആക്കി വെച്ചതാണ്. എന്നിട്ട് എന്തിനാണ് ഷൈനിയുടെ മൃതദേഹവും അതോടൊപ്പം തന്നെ പിള്ളേരുടെ മൃതദേഹവും കൊടുത്ത് ഈ പറയുന്ന ചുങ്കത്തേക്ക് അയച്ചത്? അതിന് ഈ പറയുന്ന തന്ത കുറെ എഗ്രിമെന്റും വെച്ചിരുന്നു. അവിടേക്ക് കൊടുക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം. അങ്ങനെ സ്വന്തം മകളുടെ മൃതശരീരം കൊടുക്കുന്നതിന്, അതായത് പത്ര വീട്ടിലേക്ക് കൊടുത്തു വിടുന്നതിന് കാശ് മേടിച്ച ഒരേ ഒരു തന്ത. ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? തന്ത എന്ന് മൊത്തം വിളിക്കാൻ നമുക്ക് പറ്റില്ല. അതേപോലത്തെ ഒരു നാറിയ പണിയാണ് ഇങ്ങനെ കാണിച്ചത്. ഒരിക്കൽ പോലും നോബിയുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലെത്തിയ ഷൈനിക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കാത്തവനാണ് ഈ നോബി. ഇവനാണെങ്കിൽ കുടുംബശ്രീയിലെ പൈസ പോലും തിരിച്ചടച്ചിട്ടില്ല. തിരിച്ചടയ്ക്കാതിരിക്കുന്നതിന്റെ കാരണം പറഞ്ഞ് ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങൾ കേസ് കൊടുത്തപ്പോൾ അവിടെ വെച്ച് ഈ പറയുന്ന ബോബി എന്ന് പറയുന്ന അച്ഛനും നോബിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷൈനിയും എല്ലാം ഉള്ളപ്പോൾ പറഞ്ഞത്, ഷൈനിയുടെ പേരിൽ എടുത്തിരിക്കുന്ന വണ്ടികൾ മൊത്തം നോബിയുടെ പേരിൽ എഴുതി കൊടുക്കണം, ഷൈനിയുടെ പേരിൽ എടുത്തിരിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് നോബിയുടെ പേരിൽ എഴുതി കൊടുക്കണം, ഇതൊക്കെ കൊടുത്താൽ മാത്രമേ ഞാൻ ലോൺ അടയ്ക്കൂ എന്ന് പറഞ്ഞവനാണ് ഈ നോബി. എന്നിട്ട് ഇവരെ ആകപ്പാടെ വെറുത്തതാണ്. ഈ ഒരു വീട്ടിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തതായിരുന്നു ഈ ഷൈനി. എന്നിട്ട് എന്തിനാണ് പിന്നെയും അങ്ങോട്ട് കൊടുത്തുവിട്ടപ്പോൾ ഈ അപ്പച്ചൻ എന്ന് പറയുന്ന കുര്യാക്കോസ് 3 നിബന്ധനകളാണ് വെച്ചത്. ഒരു നിബന്ധന, നോബിയും കുഞ്ഞും വരണം ഈ പറയുന്ന മൃതശരീരം കൊണ്ടുപോകണമെങ്കിൽ. 2, പൊതുദർശനത്തിന് വെക്കണം. 3ാമത്തെ ഡിമാൻഡാണ് നമ്മൾ ആകെ ഞെട്ടിപ്പോകുന്നത്. ഇവര് മോർച്ചറിയിൽ മുടക്കിയ തുകയും അതോടൊപ്പം തന്നെ ഇവർ പന്തൽ കെട്ടിയ തുകയും നോബിയും കൂട്ടരും ഈ പറയുന്ന ഷൈനിയുടെ അച്ഛന് കൊടുത്താൽ മാത്രമേ മൃതശരീരം വിട്ടുതരൂ എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ച ഒരു തന്ത. ഇങ്ങനെ എന്തിനാണ് ഈ ഒരു മൃതശരീരം കൊടുത്തുവിട്ടത്? ഇതിനുവേണ്ടി എന്തിനാണ് അവർ വാശി പിടിച്ചത്? എല്ലാം നമുക്ക് കേൾക്കാം. ഈ ഒരു വോയിസ് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കൂ. ആകപ്പാടെ ഞാൻ ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ. ഇങ്ങനെയും ഉണ്ടോ ഒരു തന്ത എന്ന് ഞാൻ ഓർത്തുപോയി. ഇതിനു മുമ്പും ഈ തന്തയെക്കുറിച്ച് പല കാര്യങ്ങളും വന്ന സമയത്തും ഇത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ വികാരി അച്ഛൻ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പല സംസാരം. അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. ഈ ഷൈനി ഇവിടുന്ന് പോയതിനു ശേഷം ഷൈനിയും ഷൈനിയുടെ ഫാദറിനും കൂടെ ഈ കുട്ടികളെ അലീനയെ ഇവാനയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയും പിന്നെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ്, ഇവരുടെ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടും നമ്മുടെ ചുങ്ങമ്പള്ളി വികാരി അച്ഛനെ കാണാൻ വന്നിരുന്നു. അന്നും അച്ഛൻ പറഞ്ഞു, ഈ കേസിലേക്കൊന്നും പോകാതെ നമുക്ക് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഷൈനിയുടെ ഫാദർ പറഞ്ഞ, ഒരു കാരണവശാലും ഞങ്ങൾ സംസാരിച്ച് തീർക്കാൻ പോകുന്നില്ല, കാരണം അവൾക്ക് അതുപോലെ അനുഭവങ്ങൾ ആ വീട്ടിൽ നിന്നുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വികാരി അച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് പറയാനല്ലേ പറ്റുള്ളൂ. പണ്ട് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ശരിയായി, വികാരി അച്ഛന്മാർ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ പറഞ്ഞാലേ അത് ചെയ്യും. ഇപ്പോ അങ്ങനെ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമുക്കൊക്കെ അറിയാമല്ലോ. എല്ലാ വീട്ടിലും വഴക്കുകളും ബഹളവും ഉണ്ട്. അത് അച്ഛൻ വന്ന് സംസാരിച്ചാൽ തീരുമോ? അത് വാശിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് തീരില്ല. കാരണം നമ്മളൊരു കേസുമായിട്ട് കോടതിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പിന്നെ വക്കീലാണ് നമ്മുടെ ദൈവം. വേറെ നമുക്ക് യേശുക്രിസ്തു എന്നൊരു ദൈവം പോലും ഇല്ല. വക്കീലാണ് നമ്മുടെ ദൈവം. ഞാൻ പറഞ്ഞ ശരി, ഞാൻ എന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവും എനിക്കില്ല. ഇനി ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എടാ നോബി, നിന്റെ പിള്ളേരാണ്, നീ അവന് പൈസ അയച്ചു കൊടുക്കും. അത് പറയാനുള്ളൊരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ, കരിങ്ങന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിൽ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞത്, ഈ കേസായിട്ട് തന്നെ പൊക്കോട്ടെ. ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ, ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല. ആ സമയത്താണ് ഈ വീടിന്റെ മെയിൻ്റനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുത്തതാ.
പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച് ഈ പൈസ ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറാണ്. എങ്ങനെ? ഷൈനിയുടെ പേരിൽ ഒരു കാറുണ്ട്, ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട്, പിന്നെ ഷൈനിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടയ്ക്കാമെന്ന് അച്ഛൻ അവിടെ സമ്മതിച്ചതാണ്. ഇത് വാസ്തവമായ കാര്യമാണ് കേട്ടോ, തെറ്റല്ല, വാസ്തവമായ കാര്യം. പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത്. അതിനുശേഷമാണ് ഒരു 3 ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് 3 കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 1, നോബിയും പിള്ളേരും അവിടെ വരണം. 2, അവിടെ കുറച്ചു നേരം ആ വീട്ടില് പൊതുദർശനത്തിന് വരണം. 3ാമത്തെ കണ്ടീഷൻ, നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത്. ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാരിത്താസിൽ 2 ദിവസം വെക്കേണ്ട വന്നു, വീട്ടിൽ പന്തലിടേണ്ട വന്നു. ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം. നോബി തന്നാൽ ഈ ബോഡി വിട്ടുകൊടുക്കാമെന്നാണ് പറഞ്ഞത്. എന്നോട് പോലും ഈ 3ാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മിനിയാന്നാണ് അതോ 4ാം നാളാണോ ഞാൻ ഈ വിവരം പറഞ്ഞ, വിവരം അറിഞ്ഞ, പക്ഷെ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല. ഇപ്പൊ അപ്നാദേശ് ടിവിയിൽ തന്നെ ഇത് പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, സ്വന്തം മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങള് വെച്ച് വില പറഞ്ഞ് ആ അപ്പനെ, ഷൈനിയുടെ അപ്പനെ എന്ത് വിളിക്കണം? അല്ല, ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതൊന്ന്. 2, ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അവരുടനെ വാശി പിടിച്ചു, ശരി എന്നാ കാശ് കൊടുത്തിട്ടാണ്, കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കണം. ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. അവർക്ക് ശരിയാണ്, അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി, നമ്മുടെ ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. തെറ്റുണ്ടായി, 2 പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി. എങ്കില് അവരെ ചെയ്യേണ്ടിരുന്നത്, എന്റെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടിരുന്നത്, അവരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ഇന്നപോലെ ഞങ്ങൾക്ക് ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ അടക്കം ചെയ്ത് ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ദയവേത് നിങ്ങൾ ഈ വാട്സപ്പില് ചേന്നാക്കുഴി അച്ഛനെ പറ്റി അച്ഛൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തെറ്റാണ്. ഈ കാര്യം എനിക്കറിയാവുള്ളൂ കേട്ടോ. ബാക്കി എന്നൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നമ്മുടെ അച്ഛന്റെ ചുമതലകൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് കേട്ടോ.